ഇന്ന് പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി. ഇറാൻ നഗരങ്ങളിൽ അമേരിക്ക വ്യാപകമായി വ്യോമാക്രമണം നടത്തിയെന്ന വാർത്ത വരുന്നു. മറുപടിയായി ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചിട്ടു. ഇറാന്റെ അവകാശവാദം അമേരിക്കൻ സെൻട്രൽ കമാൻഡ് തള്ളിയിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ യുദ്ധം ഉടനെ തീരാൻ പോകുന്നു, ഞങ്ങൾ MOU ഒപ്പിടാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുന്നു. അവിടെ വ്യാപകമായി വ്യോമാക്രമണം, യുദ്ധത്തിൻ്റെ അഗ്നി കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ്. US-ന്റെ ഹെലികോപ്റ്ററിൽ ഇറാൻ വെടിവെച്ചിട്ടതോടുകൂടിയാണ് അമേരിക്ക തുടർച്ചയായിട്ട് വീണ്ടും ഇറാൻ നഗരങ്ങളിലേക്ക് വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് തയ്യാറായിട്ടില്ല. ദക്ഷിണ ഇറാനിലെ ബന്ദർ അബ്ബാസ്, അതുപോലെ സിറിക്, മിനാബ് തുടങ്ങിയ മേഖലകളിലൊക്കെ വലിയ സ്ഫോടനങ്ങൾ കേട്ടതായിട്ട് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ദക്ഷിണ ഇറാനിലെ സൗത്ത് പാഴ്സ് പെട്രോൾ കെമിക്കൽ പ്ലാന്റിന് നേരെയാണ് അമേരിക്ക ഇന്ന് പുലർച്ചെ ആക്രമണം നടത്തിയത്. ഇതോടെ ഈ ഹോർമൂസ് കടലിടുക്ക് എല്ലാത്തരം കപ്പലുകൾക്കും നിരോധിച്ചതായിട്ടും അതുപോലെ ഇതുവഴി കടന്നു പോകാൻ ശ്രമിക്കുന്ന ഏത് കപ്പലിന് നേരെയും വെടിയുതിർക്കുമെന്ന് IRGC അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അൽ അൻബിയ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടുകൾ US സൈന്യം പൂർണ്ണമായി നിരാകരിച്ചിരിക്കുകയാണ്. US-ന്റെ ഒബ്സർവേഷനിൽ കപ്പലുകൾ സുരക്ഷിതമായി ഇപ്പോഴും കടന്നു പോകുന്നുണ്ട്. ഇറാൻ ഉന്നയിക്കുന്ന വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് അമേരിക്ക പറയുന്നത്. അതേസമയം US ഡിഫൻസ് സെക്രട്ടറി പെറ്റ് ഹെക്സത്ത് ഇന്ന് ഫ്ലോറിഡയിൽ മാക്ഡിൽ എയർഫോഴ്സ് ബേസിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞത് ആവശ്യമെങ്കിൽ ബോംബുകൾ ഉപയോഗിച്ചായിരിക്കും ഇനിയുള്ള ചർച്ചകൾ നടത്തുക എന്നാണ്. ഇത്തരം കാര്യങ്ങളിൽ ലോകത്ത് അമേരിക്ക ഏറ്റവും മികച്ചതാണെന്നാണ് ഹെക്സത്ത് അവകാശപ്പെട്ടത്. അതേസമയം ഇറാന്റെ പ്രതിനിധി അമീർ സയ്യിദ് ഇറാനി ഇന്ന് ഐക്യരാഷ്ട്ര സഭയിൽ അമേരിക്കക്കെതിരെ അതിരൂക്ഷമായി വിമർശനം ഉന്നയിച്ചു. ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയൊന്നും ഒരു കരാറിലും എത്തുവാൻ സാധിക്കില്ലെന്നും ഇത്തരം നടപടികൾ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നേരത്തെ, അതായത് ഇന്ന് പകൽ ഹോർമൂസ് കടലിടുക്കിലൂടെ ഈ എണ്ണ ടാങ്കറുകൾക്കും മറ്റ് വാണിജ്യ കപ്പലുകൾക്കും ഒക്കെ സുരക്ഷിതമായി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നതിനായിട്ട് ഒരു സീക്രട്ട് മിഷൻ താൻ ഒരു മാസമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയ വിജയമായിരുന്നുവെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത്. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ 100 ദശലക്ഷം ബാരലധികം എണ്ണയും 200-ലധികം വാണിജ്യ കപ്പലുകളിലും വളരെ സുരക്ഷിതമായി ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.